വെൽക്കം ടു ഹണീസ് ഈദൻ ഗാർഡൻ. എൻ്റെ ഏദൻ ഗാർഡനിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഇതാണ് എൻ്റെ ഏദൻ തോട്ടത്തിലേക്കുള്ള ചെറിയ ഒരു പാത്ത് വേ. അത് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും മാക്സിമം ഒരുവിധം ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു വെജിറ്റബിൾ എന്ന് പറയുന്നത് നമ്മുടെ വഴുതനങ്ങയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്, വെജിറ്റബിളാണ് വഴുതനങ്ങ. ഇതിൽ ഞാൻ ഈ ഒരു വെറൈറ്റി വഴുതനങ്ങയാണ് നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ഫാമിലിക്ക് നമുക്കൊരു 10 കട വഴുതനങ്ങ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയിലേക്ക് നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഒരു വെജിറ്റബിൾ കിട്ടും. അപ്പോൾ ഓരോ ദിവസത്തേക്ക് ഓരോ വെജിറ്റബിൾ എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മളെല്ലാവരും ലേഡീസിന് നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു വെജിറ്റബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾ ഇനങ്ങളാണ് നമ്മളെപ്പോഴും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൂടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. അതാകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്കത് കെയർ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ ഒരുപാട് പൂക്കളും കായ്ക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ ഇതിന് വളം ചെയ്യുന്നത്. അത് കൂടുതലും നമ്മൾ ജൈവ സ്ലറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈൽഡ് നല്ല രീതിയിൽ തന്നെ ഈൽഡ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ പൊട്ടിക്കാറായിട്ടില്ല, പൊട്ടിക്കാറായി വരുന്നേ ഉള്ളൂ. ഞാൻ അതിലൊരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു മീഡിയം സൈസാണ് ആയിട്ടുള്ളൂ കേട്ടോ. മീഡിയം സൈസിലുള്ള ഒരു വഴുതനങ്ങയാണ്. ഈ ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെക്കാനും അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ വീട്ടിലുള്ള ഇന്നത്തെ ഒരു ദിവസം നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് സന്തോഷപൂർവ്വം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നവർക്കായാലും അതേപോലെ ജോലിക്ക് പോകുന്നവർക്കായാലും എല്ലാം മനസ്സിനും ശരീരത്തിനും ഒരു ഉണർവാവട്ടെ. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു വെജിറ്റബിൾ നിങ്ങളുടെ കിച്ചൺ ഗാർഡനിൽ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.